ഇന്ന് നമുക്കൊന്ന് ചെറിയൊരു ലോങ് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സ്കൂളില്ലാത്തപ്പോൾ നമുക്ക് പിള്ളേർക്ക് ചായയും കടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. ആകെ ശനി ഞായറൊക്കെ അല്ലേ കിട്ടുള്ളൂ സ്കൂളിലപ്പോൾ നമുക്ക് ഇതൊന്നും നടക്കാറില്ല. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ എണീറ്റിട്ടോ ഇക്കാക്ക് പോയിക്ക തന്നെയാണ് എന്നുള്ളത് കച്ചവടത്തിന് പോകാനായിട്ട്. അപ്പോൾ ഇക്ക വന്ന് കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങാൻ നിന്നില്ല, നേരത്തെ അങ്ങോട്ട് എണീറ്റു കേട്ടോ. അപ്പത്തിനൊക്കെ അരച്ച് വെച്ച് ഞാൻ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് പുളിച്ചിട്ടില്ലെങ്കിലും എന്നാലും ഏറെക്കുറെ പുളിയൊക്കെ കയറിയിരുന്നായിട്ട് അങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല വലുതായിട്ട്. പിന്നെ തണുപ്പൊക്കെ ആണല്ലോ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചുടാനുള്ള ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എണീറ്റത് ആദ്യം പോയി നോക്കിയത് അവിടെ വല്ല ഒത്തിരി പൊന്തി പോയോ എന്നറിയാനാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം കടലതേ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉപ്പാക്ക് ഇതേ കട്ടൻ ചായ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഉപ്പൊക്കെ പനിയൊക്കെ ആയിട്ട് തീരെ കുറവില്ല കേട്ടോ, നല്ല പനിയാണ്. പകലൊന്നും വലിയ കുഴപ്പമില്ല, രാത്രി നല്ല പനിയാട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ വെച്ച് കൊടുക്കുകയാണ്. പനിയാണെങ്കിലും ഉപ്പ് അടങ്ങിയിരിക്കത്തൊന്നുമില്ല കേട്ടോ, കച്ചവടത്തിന് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഉപ്പാക്കുള്ളത് ചായ കൊടുത്തിട്ട് ഞാൻ പാത്രം ഇന്നലെ അധികം ഒന്നും കഴുകാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇന്നലെ അരക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വയ്യാണ്ടായി, ഇച്ചിരി തോനെ പണി ഉണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇന്നലെ പാത്രം വലുതായിട്ടൊന്നും കഴുകാതില്ല. എനിക്ക് കഞ്ഞിക്കലം മാത്രമേ കഴുകാണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ വലിച്ചിട്ടിട്ട് കഞ്ഞിക്ക് വെള്ളം ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അങ്ങനെ കടല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതേ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എത്ര തണുപ്പാന്ന് പറഞ്ഞാലും പനിയാണെന്ന് ഇപ്പോൾ കുളിക്കാതിരിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകണം. അപ്പോൾ റൂമിൻ്റെ വാതിൽ ഇങ്ങോട്ട് അടച്ചിട്ടിട്ടുണ്ട്. വിസിലിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ പാത്രം എണീക്കുമെന്ന് ഓർത്തിട്ട് വാതിലൊക്കെ അടച്ചിട്ടിട്ടാട്ടോ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ അടുപ്പിച്ച് ആ നേരത്തെ എണീക്കുന്നതുകൊണ്ട് കറക്റ്റ് ആ സമയമാകുമ്പോൾ അറിയുന്നുണ്ട്, അലാറമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരം വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സാധാരണ സ്കൂളിലപ്പോൾ പിള്ളേർക്ക് 6:30, സ്കൂളിലകത്ത് 7 മണിക്കാണ്. എന്നാലും 1 മണിക്കൂർ മുന്നേ വിളിച്ചാൽ പിള്ളേർ എണീക്കാറുള്ളേ. ഇപ്പോൾ തന്നെ 2-3 വിളി വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും മദ്രസിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ പണീൻ്റെ ഇടയ്ക്കിൽ. പിന്നെ സമയം നോക്കിയപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം പോയി വിളിച്ചു, 2-3 വിളി വിളിച്ചാന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം വേഗം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഗ്യാസുമ്പോൾ മൊത്തം ഉറുമ്പ് വരുന്നുണ്ട്. കടിക്കുന്ന സൈസ് കറുത്ത കട്ടുറുമ്പിൻ്റെ വേറെ ഒരു സൈസാണ് മൊത്തം. പിന്നിട്ട് ഒരു വേസ്റ്റ് ബക്കറ്റ് വെച്ചാൽ ഇതിൽ ഫുഡിന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാലൊക്കെ അതിൽ വന്ന് പൊതിയുണ്ട്. അതുകൊണ്ട് വേഗം അവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുക്കർ അവിടെ വെച്ച് വെക്കണം കേട്ടോ. കടല അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്, എടുത്ത് മാറ്റിക്കോളിന്ന്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പത്തിനുള്ളത് ഒരുപാട് അങ്ങ് പുളിച്ചിട്ടില്ലേലും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ വേഗം ചുട്ട് എടുക്കുകയാണ്. കാരണം കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചുടുന്നത് ഓരോരുത്തരായിട്ട് വന്ന് കഴിച്ചോളും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നേരം വെളുത്തപ്പോഴേക്കും ചെറിയൊരു പണി വന്നിട്ട് നമുക്ക് പൈപ്പ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ചുട്ട് പകുതിയായി കറിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് പിള്ളേരും ഇക്കൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കാരണം ഇത് രാവിലെ ഇതായതുകൊണ്ട് 3 പേരും കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ഗ്രോസ് അങ്ങനെ രാവിലെ കഴിക്കാറില്ല, പക്ഷേ ഫസൽ അങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ ചൂടോട് കൂടി അവൻ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് വെള്ളം വന്ന് പകുതി ആയപ്പോഴാണ് പാത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മഴവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാടൊന്നും പിടിക്കേണ്ടി വന്നില്ല. എന്നാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഓട്ടപ്പാച്ചിൽ ഇച്ചിരി പാടായിരുന്നു. എന്തായാലും ഓസ അവിടെ 4 ഭാഗത്തൊക്കെ ഓസ ഇട്ടിട്ട് ഞാൻ ബാക്കി പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ആഴ്ചയിലാണ് കേട്ടോ വെള്ളം വരാറുള്ളത്. എല്ലാ ആഴ്ചയും വരും, ചിലപ്പോൾ 8 ദിവസം കൂടി അല്ലെങ്കിൽ 10 ദിവസം കൂടി അങ്ങനെ വരാറുള്ളൂ. ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് വെള്ളത്തിന് വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും വണ്ടിവെള്ളം അടിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഭാഗത്തോട്ട് ഇപ്പോൾ പഴയ പോലെ വണ്ടികളൊന്നും കയറി വരാറില്ല കേട്ടോ. കാരണം അത്രയും കുത്തനൊക്കെ ആയിട്ടുണ്ട്. 2000-ൻ്റെ ചാരൊക്കെയാണ് വണ്ടിയുടെ പുറകിൽ വെച്ച് വരുന്നത്. അത്രയും റിസ്ക് കൊടുത്ത് അങ്ങനെ ഒരാളെ വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളും അങ്ങനെ വരാറില്ല പേടിച്ചിട്ട്. കാരണം റോഡൊക്കെ മൊത്തം ഇടിഞ്ഞ് ഒരു പരിവായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പ്രാവശ്യം വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഭാഗ്യത്തിന് വന്നിട്ടില്ല. അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടും വരിക എന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നേനെ കേട്ടോ. അവിടെ വെള്ളത്തിൻ്റെ കഥ പോലെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കാണിക്കുന്ന പോലെ മസാല വാട്ടിയിട്ട് ആ ഗ്രേവിയും പിന്നെ നമ്മൾ കടലയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് അതിൽ ചേർക്കണം. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും, തേങ്ങ അരച്ച പോലെയാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചാൽ പോലും വെള്ളം ഒത്തിരി ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ. അത് നോക്കുന്നതിനിടയ്ക്ക് എൻ്റെ അപ്പം അവിടെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം തീ കുറച്ചായിട്ട് എന്നാൽ ഇത് പെട്ടെന്ന് ആവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളത്തിൻ്റെ കാര്യത്തിന് ഓടി, അത് കഴിഞ്ഞ് കറി താളിക്കാൻ വേണ്ടി അതിൻ്റെ ഒക്കെ ഇതൊക്കെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം പൊടുത്തെല്ലാം കഴിഞ്ഞ് പിള്ളേരും പോയി. ഇച്ച് നല്ല ഉറക്കം എണീറ്റില്ല. അപ്പോൾ പാത്ത് ടി വി വെക്കുന്നും പറഞ്ഞിരിക്കുകയാണ്. ടി വി വെക്കാനില്ല, റിമോട്ട് കയ്യിലുണ്ട്, അതുകൊണ്ട് മാറ്റി കളിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അങ്ങനെ അവൾക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിശന്നാണ് ഇരുന്നത്. വെള്ളം പൊടുത്തം കഴിയാതെ നമുക്ക് കഴിക്കാനിരിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകേണ്ടി വരുമല്ലോ. ഇന്നലത്തെ അതേ കാലാവസ്ഥയായിട്ടാണ് ഇന്ന് തോന്നുന്നത്. ഇന്നലെ പിന്നെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് കൈ കിട്ടിയ എല്ലായിടത്തും തുണിയെല്ലാം വലിച്ചു വാരിയിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ അതുപോലെ നല്ല കാലാവസ്ഥ, നല്ല തെളിഞ്ഞ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴാണ് അതിൻ്റെ മൂഡ് മാറുന്നു പറയാൻ പറ്റത്തില്ല. എന്തായാലും തുണി വലുതായിട്ടൊന്നും കഴുകാനില്ല കേട്ടോ. ഇന്നലെ ആ വെയിൽ വന്നപ്പോൾ കുറേയൊക്കെ ഞാൻ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ഇന്നലെ ഉടുത്തു മാറിയതൊക്കെ ഉണ്ടാവുള്ളൂ കഴുകാനായി. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇച്ച് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് കൂട്ടുകാർ കയറിയിട്ടുണ്ട് കേട്ടോ. എന്ന് രാവിലെ എണീക്കുന്നത് മെയിനായിട്ട് നോക്കുന്ന കാര്യം ഫോൺ എടുക്കുക, വൈറ്റി സ്റ്റുഡിയോ നോക്കുക, എത്ര പേര് കയറിയിട്ടുണ്ട് എന്നൊക്കെ നോക്കണ്ട. കാരണം സത്യം ഒരാൾ കയറി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. അതുകൊണ്ട് എന്നും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിൽ ഇനിയും കയറട്ടെ കേട്ടോ.
അപ്പം ഇനി ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ട് നിങ്ങൾ ഇനി വെറുപ്പിക്കുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ഷോർട്ടാണ് ഇടുന്നത്, ഷോർട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതും കാണുന്ന എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താൻ കേട്ടോ. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. നല്ല പിന്നെ കാണാം. ബൈ.